ഈ വാർത്ത നിങ്ങളും വായിച്ചു കാണുമല്ലോ അല്ലേ? എന്തായിരിക്കും സ്ത്രീകൾ സിംഗിളായി ജീവിക്കാൻ അല്ലെങ്കിൽ വിവാഹം കഴിക്കാതിരിക്കാനോ അല്ലെങ്കിൽ ഡിവോഴ്സിനോ വേണ്ടി ശ്രമിക്കുന്നത്? പ്രധാനമായും അവർ ഇപ്പോൾ സ്വന്തം കാലിലാണ് നിൽക്കുന്നത്. മിക്കവർക്കും തന്നെ ഒരു 90% പെൺകുട്ടികളും നന്നായി പഠിച്ച് ജോലിയിൽ പ്രവേശിച്ച ശേഷമാണ് വിവാഹം കഴിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരെ സമത്വത്തോടെ കാണാൻ പുരുഷന്മാർക്ക്, അതായത് ഭർത്താക്കന്മാർക്ക് സാധിച്ചില്ലെങ്കിൽ അത് വിവാഹമോചനത്തിൽ തന്നെ കലാശിക്കുന്നു. അത് നിരാശകരമായ ഒരു സത്യമാണ്. ഇതിൽ രണ്ട് ഭാഗത്തും തെറ്റുകൾ ഉണ്ടാകാം. മനുഷ്യരാരും പെർഫെക്റ്റ് അല്ല, ആരും എല്ലാം തികഞ്ഞവർ ഇല്ല. ആണിനും പെണ്ണിനും കുറവുകളും കുറ്റങ്ങളും ഒക്കെ ഉണ്ടാകാം. അഡ്ജസ്റ്റ്മെന്റ് ഇഷ്യൂ എന്നൊരു സംഭവം തന്നെ ഉണ്ടാവാം. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കുക, നിങ്ങളുടെ അച്ഛൻ അമ്മയെ ട്രീറ്റ് ചെയ്ത പോലെ നിങ്ങൾ ഇനിയുള്ള പെൺകുട്ടികളെ ട്രീറ്റ് ചെയ്യാൻ തുടങ്ങിയാൽ നടക്കില്ല മക്കളെ. അതുകൊണ്ട് തന്നെ സ്ത്രീകളെ ബഹുമാനിക്കാൻ പഠിക്കുക, ഭാര്യയെ പാർട്ട്ണറായി കാണുക. ഒരു പെൺകൊച്ചിനെ ഇങ്ങനെ കെട്ടിക്കൊണ്ട് വന്ന് അവളുടെ സ്വർണവും പണവും എടുത്ത് അങ്ങ് പുട്ടടിച്ച് അവളെ ഒരു വീട്ടുവേലക്കാരി ഇടാമെന്നുള്ള ചിന്ത അങ്ങ് കളഞ്ഞേക്കുക മനസ്സിൽ നിന്ന്. അത് പണ്ടും തെറ്റായിരുന്നു, ഇനി അത് ഒരിക്കലും നടക്കുകയും ഇല്ല. പെൺകുട്ടികൾ വിദ്യാഭ്യാസം നേടിക്കഴിഞ്ഞു, അവർ സ്വന്തം കാലിൽ നിൽക്കാനും പഠിച്ചു കഴിഞ്ഞു. എൻ്റെ മോൻ ഉൾപ്പെടെയുള്ള എല്ലാ ആൺകുട്ടികളോടുമാണ് ഞാൻ പറയുന്നത്, നന്നായി നിന്നാൽ നിങ്ങൾക്കും നല്ലൊരു കുടുംബജീവിതം ഉണ്ടാവും. ഇനി പെൺകുട്ടികളെല്ലാം അത്ര നല്ലവരാണെന്നൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ. കഴിഞ്ഞ ദിവസം എൻ്റെ ഓഫീസിൽ വന്ന ഒരു പെൺകുട്ടി, അതും ജോലി ഇല്ലാത്ത ഒരു പെൺകുട്ടി പറഞ്ഞതാണ്, എനിക്ക് എൻ്റെ ഭർത്താവിനെ പേടിപ്പിക്കാൻ ഒരു ഡിവോഴ്സ് നോട്ടീസ് അയക്കണം. എന്താണ് കാരണം? ഐഫോൺ മേടിച്ചത് നല്ലത്രേ. നമ്മുടെ സോഷ്യൽ മീഡിയയൊക്കെ വിവാഹം ഒരു ആവശ്യമില്ലാത്ത കാര്യമാണെന്ന് എവിടേക്കോ പറഞ്ഞു വെച്ചിട്ടുണ്ട്. പുതിയ തലമുറയ്ക്ക് ബന്ധങ്ങളെ പേടിയാണ്. അതുകൊണ്ട് തന്നെ കുടുംബജീവിതം എന്തോ നരകമാണെന്നൊരു ഫീലിംഗ് അവർക്ക് വന്നുപോയി. തെറ്റാണ്. കുടുംബജീവിതവും പരസ്പര സ്നേഹവും സഹകരണവും വിശ്വാസവും ഒക്കെ വളരെ സുന്ദരമായ ഒരു കൂടാരം തന്നെയാണ്. അതിൽ നിന്നുള്ള പൊഴിഞ്ഞുപോക്ക് പെൺകുട്ടികളെ വല്ലാതെ ആകർഷിച്ചിരിക്കുന്നു. അതുകൊണ്ട് നന്നായി ജീവിച്ചാൽ നല്ല കുടുംബമായി നിങ്ങൾക്ക് ജീവിക്കാം. ആൺകുട്ടികളോടാണ്